ഉസ്താദ് പറഞ്ഞു അള്ളാഹു ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങിയതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. യൻസിലു റബ്ബുന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങാൻ അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ പറയാൻ പറ്റില്ല. ആ വിഷയം അതായത് മൊയ്തീൻ ശേഖർ റഹ്മത്ത് അലിയുടെ വേറെ കിതാബിനോ അങ്ങനെ വിശദീകരിക്കാൻ പാടില്ല. അള്ളാഹു എങ്ങനെയാണ് റഹ്മത്ത് ഇറങ്ങാന്ന് പറയാൻ പാടില്ല. അത് അല്ല എങ്ങനെയാ പറഞ്ഞത്, നബിതങ്ങൾ എങ്ങനെയാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ് വിശ്വസിക്കലാണ്. ഞാൻ വായിക്കുന്ന ഉറപ്പുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ, ഉറപ്പില്ലാത്തത് പറഞ്ഞില്ല. ഉസ്താദിന്റെ ബുക്ക് ഈ ചർച്ച പേരോട് എടുത്തിട്ടല്ല എന്നപ്പോ ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് തീരുമാനമാക്കുക. പിന്നെ എൻസു റബ്ബുനാക്ക് മറ്റേ കിതാബ് എന്ത് പറഞ്ഞു, ഷറഹ് മുസ്ലിം എന്ത് പറഞ്ഞു, ഒന്നത്തെന്ത്, അത് രണ്ടാമത് ചർച്ച ചെയ്യാം. ഇത് പേരോട് എടുത്തു വെച്ച ചർച്ചയല്ല. അള്ളാഹ് ഒരു ഭാഗമുണ്ട്, ജഡമുണ്ട് എന്ന് വിശ്വസിക്കൽ ഹറാമാണെന്ന് 1952 ഇത് പിന്നെ മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഈ പുസ്തകത്തിന്റെ ഈ 39ാമത്തെ പേജിൽ അയാൾ പറയുന്നു, 34ാമത്തെ പേജിൽ പറയുന്നു, 2001 ജൂൺ 4 നമ്മുടെ അടുത്ത പ്രദേശമായ പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന മുജാഹിദ് മൗലവിമാരുടെ യോഗത്തിൽ വെച്ചാണ് ഈ പുതിയ തൗഹീദ് ഉണ്ടാകുന്നത്. അള്ളാഹിനെ നിരാകാരനായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. നിരാകാരനാണ് ആകൃതിയില്ലാത്തവൻ എന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ ആകൃതി ഉണ്ട്. ഇതാ പുതിയ തീരുമാനം, പുതിയ തൗഹീദാണിത്. അത് മുജാഹിദുകളെ തുടങ്ങി വെച്ചത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. ആ വിശ്വാസം ഇസ്ലാമികമല്ലേ അല്ല. അതാര് പറഞ്ഞിട്ടും കാര്യമില്ല, ഇസ്ലാമികമല്ല. അതിനെതിരിൽ മുഹ്യിദ്ദീൻ ശൈഖും പറഞ്ഞിട്ടില്ല, ഒരു ശൈഖും പറഞ്ഞിട്ടും ഇല്ല. ഉസ്താദ് ശരീരം ഉണ്ടാകാന്നുള്ള വാന്ന് പറഞ്ഞാൽ അള്ള ഖുർആനിൽ വജ്ഹുല്ല എന്ന് പറഞ്ഞാൽ വജ്ഹ് ഇല്ല എന്ന് പറയാൻ പാടില്ല. വജ്ഹ് ഇല്ല എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ തന്നെ എന്ന് പറയാൻ പറ്റൂല. അവിടെ വേണ്ട വജ്ഹ് ഉണ്ട് എന്ന് പറയാം, മുഖമുണ്ടെന്ന് പറയാൻ പറ്റൂല. വജ്ഹ് ഉണ്ട് എന്ന് പറയാം, മുഖമുണ്ട് എന്ന് പറയാൻ പറ്റൂല. അള്ള അങ്ങനെ പറഞ്ഞ അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ തന്നെ വിശ്വസിക്കാം. അങ്ങനെ തന്നെ വിശ്വസിക്കാം. അതിന്റെ രൂപം പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ എവിടുന്ന് നിങ്ങൾക്ക് മുജാഹിദുകൾക്ക് മുഖം അർത്ഥം കിട്ടി? അർത്ഥം എവിടുന്ന് കിട്ടി? രണ്ട് കൈ എന്ന് എവിടുന്ന് കിട്ടി മുജാഹിദുകൾക്ക്? ഞങ്ങൾ ചോദിക്കുകയാണ്. ഖുർആൻ പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കല്ലേ വേണ്ടത്? രണ്ട് കൈ എന്ന് എവിടുന്ന് കിട്ടി? മുഖം എന്ന് എവിടുന്ന് കിട്ടി? കണ്ണ് എന്ന് എവിടുന്ന് കിട്ടി? ഇതാ ഞങ്ങൾക്ക് അറിയണം.